I am Anuvi from St. Peter's College, Kolanjeri. ഈ വീഡിയോയിൽ റിയൽ അനാലിസിസിൽ പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: Give an example of a function f from closed interval 0,1 to r that is discontinuous at every point of closed interval 0,1 but such that mod f is continuous on closed interval 0,1. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1-ൽ എല്ലായിടത്തും ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ, പക്ഷേ അതിൻ്റെ മോഡുലസ് ഫംഗ്ഷൻ എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു ഫംഗ്ഷന് എക്സാമ്പിൾ ആണ് തരേണ്ടത്. ഫംഗ്ഷൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്: f of x is equal to 1 if x is rational and minus 1 if x is irrational. ഇതല്ലാതെ വേറെയും എക്സാമ്പിൾസ് ഉണ്ട്, പക്ഷെ നമ്മളിപ്പോൾ ഈ എക്സാമ്പിൾ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഒരു ഫംഗ്ഷൻ സിമിലർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമുക്ക് പരിചയമുണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ആദ്യ സെക്ഷനിൽ ഡിസ്കസ് ചെയ്ത ഒരു പ്രോബ്ലം ആണ് ഡിറിഷ്ലെ ഫംഗ്ഷൻ. അവിടെ f of x is equal to 1 if x is rational and 0 if x is irrational ആയിരുന്നു. ഈ ഒരു ഫംഗ്ഷൻ എല്ലാ പോയിന്റിലും ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നത് ഡിറിഷ്ലെ ഫംഗ്ഷൻ പ്രൂവ് ചെയ്തതുപോലെ തന്നെയാണ്. ഇത് എല്ലാ പോയിന്റിലും ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഒരു റാഷണൽ നമ്പർ c എടുക്കുന്നു. അപ്പോൾ c റാഷണൽ ആയതുകൊണ്ട് അവിടെ ഫംഗ്ഷൻ എടുക്കുന്ന വാല്യൂ 1 ആണ്. ഇനി നമുക്ക് ഡെൻസിറ്റി തിയറത്തിന്റെ കൊറോളറി ഉപയോഗിച്ച് ഏത് റാഷണൽ നമ്പറിലേക്കും കൺവേർജ് ചെയ്യുന്ന ഇറാഷണൽ നമ്പേഴ്സിന്റെ ഒരു സീക്വൻസ് ഉണ്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ xn be a sequence of irrational numbers that converges to c. അപ്പോൾ xn എല്ലാം തന്നെ ഇറാഷണൽ ആയതുകൊണ്ട് xnന്റെ ഇമേജ് നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് -1 ആയിരിക്കും ഫോർ ഓൾ n. അപ്പോൾ ഈ f of xnന്റെ ലിമിറ്റ് f of xn എല്ലാ n-നും -1 ആണ് എടുക്കുന്നത്. സോ അതിന്റെ ലിമിറ്റ് -1 തന്നെയായിരിക്കും. പക്ഷെ സിയുടെ ഇമേജ് c റാഷണൽ നമ്പർ ആയതുകൊണ്ട് അതിന്റെ ഇമേജ് 1 ആയിരിക്കും. അപ്പോൾ xn കൺവേർജസ് ടു c, പക്ഷേ f of xn does not converge to f of c. കാരണം f of xnന്റെ ലിമിറ്റ് -1 ആണ്, f of cയുടെ ലിമിറ്റ് 1 ആണ്. സോ നമ്മുടെ സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ ഫോർ കണ്ടിന്യൂറ്റി വെച്ച് ഫംഗ്ഷൻ c എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല എന്ന് കിട്ടും. c എന്ന് പറയുന്നത് ഒരു ആർബിട്രറി റാഷണൽ നമ്പർ ആയിരുന്നു. അതുകൊണ്ട് f ഏതൊരു റാഷണൽ നമ്പർ എടുത്താലും അവിടെ കണ്ടിന്യൂസ് അല്ല എന്ന് കിട്ടും. ഇതുപോലെ തന്നെ ഇറാഷണൽ നമ്പറും നമുക്ക് പ്രൂവ് ചെയ്യാം. നമ്മൾ ഒരു ഇറാഷണൽ നമ്പർ എടുക്കുന്നു, ഇറാഷണൽ നമ്പറിലോട്ട് കൺവേർജ് ചെയ്യുന്ന റാഷണൽ നമ്പറിന്റെ സീക്വൻസ് എടുക്കുക. ബി ഒരു ഇറാഷണൽ നമ്പർ, ബിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന yn എന്ന സീക്വൻസ്, അത് റാഷണൽ നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ്. അങ്ങനെ എടുക്കുന്നു. yn എല്ലാം റാഷണൽ നമ്പേഴ്സ് ആയതുകൊണ്ട്ynന്റെ ഇമേജ് നമുക്ക് 1 എന്ന് കിട്ടും. പക്ഷെ ബി ഒരു ഇറാഷണൽ നമ്പർ ആയതുകൊണ്ട് ബിയുടെ ഇമേജ് -1 ആയിരിക്കും. അപ്പോൾ എല്ലാ n-നും f of yn 1 ആയതുകൊണ്ട് ലിമിറ്റ് f of yn 1 എന്ന് കിട്ടും. സോ yn converges to b but f of yn does not converges to f of b. അപ്പോൾ സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ ഓഫ് കണ്ടിന്യൂറ്റി ഉപയോഗിച്ച് f ബിയിൽ കണ്ടിന്യൂസ് അല്ല എന്ന് കിട്ടും. അതായത് ഏത് ഇറാഷണൽ നമ്പറിലും കണ്ടിന്യൂസ് അല്ല. ഇനി ഏതൊരു റിയൽ നമ്പർ എടുത്താലും അത് ഒന്നുകിൽ ഒരു റാഷണൽ നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഒരു ഇറാഷണൽ നമ്പർ ആയിരിക്കും. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു റാഷണൽ നമ്പറിലും ഇത് കണ്ടിന്യൂസ് അല്ല, ഇറാഷണൽ നമ്പറിലും കണ്ടിന്യൂസ് അല്ല. സോ ഇത് ഒരു റിയൽ നമ്പറിലും കണ്ടിന്യൂസ് അല്ല. ഓക്കെ, പക്ഷേ ഇതിന്റെ മോഡ് ഫംഗ്ഷൻ എടുത്താൽ മോഡ് f of x എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് f of x ആണ്. അപ്പോൾ f of x എടുക്കുന്ന വാല്യൂസ് 1-ഉം -1-ഉം ആണ്. അതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ അത് എല്ലായ്പ്പോഴും 1 ആണെന്ന് കിട്ടും. അപ്പൊ ഇതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എല്ലായ്പ്പോഴും കണ്ടിന്യൂസ് ആണ്. സോ മോഡ് f കണ്ടിന്യൂസ് ആണ്, പക്ഷെ f ഒരിടത്തും കണ്ടിന്യൂസ് അല്ല. ഓക്കെ,
താങ്ക് യു.